മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത്, ഈ വിഷയം തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഞങ്ങൾ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുള്ളൂ. ഒരു സമയത്തും രാഹുലിനെ ന്യായീകരിക്കാനോ രാഹുലിന് സംരക്ഷണം കവചമൊരുക്കുവാനോ ഒന്നും മഹിളാ കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അതിന് ഒരു സമയത്തും തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പരാതി ലഭിച്ചപ്പോൾ KPCC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KPCC പ്രസിഡന്റ് അത് നേരെ കൊടുത്തത് ആർക്കാണ്? DGPക്കാണ്. പോലീസ് മേധാവിക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ CPM ഇതുവരെയും ചെയ്തിരുന്നത് എന്താ? ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു പാർട്ടി കമ്മീഷൻ വെക്കുന്നു, അത് അന്വേഷിക്കുന്നു, അതിന് തീവ്രത പോരാ എന്നെല്ലാമുള്ള ഇത് വരുന്നു. പക്ഷേ കോൺഗ്രസ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിലപാടുകളോ സംരക്ഷണ കവചം ഒരുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെത് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ സാധിക്കും. പാർട്ടി ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സമയത്താണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നുള്ളത് അത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു പരാതി അല്ലാതെ പരാതി വരട്ടെ, സാങ്കേതികത്വത്തിൻ്റെ പേരോ ഒന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി KPCC പ്രസിഡന്റും നേതാക്കളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെയൊക്കെ ആ തീരുമാനത്തിൻ്റെ ഒക്കെ ആ എടുക്കുന്നതിനോട് പൂർണ്ണമായും യോജിപ്പ് പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആശയവിനിമയമൊക്കെ നടത്തേണ്ട തലത്തിൽ നടത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ്, പോലീസിൻ്റെ കോർട്ടിലാണ്. അപ്പോൾ അത് പോലീസിന് അന്വേഷിക്കട്ടെ. തീർച്ചയായും പുതിയ പരാതികൾ കൂടി വന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടി പാർട്ടി സ്വീകരിക്കാറുണ്ട്. ഇതില് പരാതികൾ വന്നു, അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അതിൻ്റെ ഒരു ഇപ്പോൾ പരാതി ഇന്നലെ രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നു. പോലീസ് രാഹുലിനായി അന്വേഷണം നടത്തുന്നു. നമ്മളാരും, കോൺഗ്രസ് പാർട്ടിയിലെ ആരും രാഹുലിനെ സംരക്ഷിക്കാനില്ല എന്ന് പറയുമ്പോൾ, സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. സസ്പെൻഷൻ മതിയെന്നല്ല, ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കും. അത് പറയേണ്ടത് ജെബി മേത്തർ അല്ല, കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട KPCC പ്രസിഡന്റ് പറയും. ഉചിതമായ സമയം എന്ന് പറയുന്നത് അതിൽ കൃത്യമായി ഇങ്ങനെ ഈ സമയം ഈ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന ഒരു സമീപനം എന്താണ്? FIR ഇട്ടിട്ട് പോലും മുകേഷിൻ്റെ ഒന്നും വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാത്ത പാർട്ടിയാണ് മറ്റ് നേതാക്കളുടെ, CPMൻ്റെ നേതാക്കളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് ഡീപ്രൊമോഷൻ അല്ല, പ്രൊമോഷൻ കൊടുക്കുന്ന കാഴ്ച, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും അവരെ സ്ഥാപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കോൺഗ്രസിൻ്റെ നയം അതല്ല, കോൺഗ്രസിൻ്റെ രീതി അതല്ല. കോൺഗ്രസ് വളരെ സ്ട്രോങ് സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത്. അതിനെ നമുക്ക് ലൈറ്റായി കാണാൻ സാധിക്കില്ല. അപ്പോൾ വരട്ടെ, KPCC പ്രസിഡന്റ് തീരുമാനം പറയും, അതിനായി കാത്തിരിക്കാം. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാട്, നിങ്ങളുടെയൊക്കെ തന്നെ പല ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടിയായി പറഞ്ഞിരുന്നതൊക്കെ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഒരു തരത്തിലും മഹിളാ കോൺഗ്രസ് ഒരു സംരക്ഷണ കവചം, ഒരു സെക്യൂരിറ്റി, ഒരു ഷീൽഡ്. നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം, രാഹുൽ എന്ന് പറയുന്നത് ഒരു അപരിചിതനോ ഒരു സ്ട്രേഞ്ചറോ ഒന്നും അല്ല. ഞങ്ങളൊക്കെ അത് പറയാതിരിക്കാനും വയ്യ, ഞങ്ങളൊക്കെ ഒരുമിച്ച് സഹപ്രവർത്തകരെ പോലെ തന്നെ പ്രവർത്തിച്ച. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ, ഒരു ആരോപണമായി നിൽക്കുമ്പോൾ പോലും ന്യായീകരിച്ചിട്ടില്ല. അത് റിയാലിറ്റിയാണ്. രാഹുലിൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ ആരും നിന്നിട്ടില്ല. അപ്പോൾ മഹിളാ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡ് തന്നെയുള്ളത്, അത് പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് കൃത്യമാണ് എന്ന വിശ്വാസമാണ്.
മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ല. ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യേണ്ട കാര്യം തന്നെ അതിൻ്റെ തുടർ നടപടി പോലെ തന്നെ ചെയ്യും. ഞങ്ങളൊക്കെ പബ്ലിക് ലൈഫിൽ നിൽക്കുന്നവരാണ്, ഞങ്ങളൊക്കെ റീച്ചബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോ നടപടിയും കോൺഗ്രസ് പാർട്ടി കൃത്യസമയത്ത് എടുക്കുന്ന കാര്യമാണ്. എടുക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നലെ ആ പരാതി ലഭിച്ചതിന് ശേഷം KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് താഴ്ത്തിവെക്കാനോ പൂഴ്ത്തിവെക്കാനോ അല്ലല്ലോ ശ്രമിച്ചത്. കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നു, ആക്ഷൻ എടുക്കുന്നു. ആർക്കാണ് കൊടുത്തത്? DGPക്കാണ് കൊടുത്തത്. DGPക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഇനി ആരാണ് ആലോചിക്കേണ്ടത്? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തീരുമാനം കൃത്യമായി എടുക്കുമ്പോൾ പിന്നെ മഹിളാ കോൺഗ്രസ് അതിൻ്റെ മുകളിൽ കയറി പറയേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നോക്കാം. കോൺഗ്രസ് പാർട്ടി, ഞാൻ വീണ്ടും പറയുന്നു, അന്തരീക്ഷത്തിൽ ആരോപണം വന്നപ്പോൾ ആക്ഷൻ എടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് സ്ത്രീപക്ഷ നിലപാടാണ് എന്നുള്ളതിൽ സംശയമില്ല.